നമസ്കാരം. നമുക്കൊരു യാത്ര പോകാം. എണ്ണപ്പനകളുടെ നടുവിലൂടെ ഒരുമിച്ച് പാട്ടുകൾ പാടി നാട്ടുവഴിയിൽ കുലുങ്ങി നീങ്ങുന്ന വണ്ടിയുടെ ആ താളത്തിനൊത്ത് ഇളകിയാടി ഓടിമറയുന്ന എണ്ണപ്പനകളെ ഒന്ന് തിരിഞ്ഞു നോക്കി ദേ ഇങ്ങനെ. പച്ചപ്പനന്തോട്ടം നൽകിയ ആ പച്ചപ്പിൽ നിന്നും ഇതാ ഇപ്പോൾ നമ്മൾ എത്തിയത് എവിടെയാണെന്ന് നോക്കൂ. അപാരമായ പ്രകൃതി ഭംഗിയുടെ ഈ അലൗകിക ദേഹത്തിൽ അകലെയായി അതിരിടുന്ന മലകൾക്കിപ്പുറം ഒരല്പം മെലിഞ്ഞുവെങ്കിലും ഇപ്പോഴും സുന്ദരിയായി ഒഴുകുന്ന ഈ ചാലക്കുടിപ്പുഴയുടെ തീരത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ആഹാ, എന്താ ഒരു സുഖം! അല്ലെങ്കിലും ഇത് ഡയറ്റിങ്ങിൻ്റെയും മെലിയലിൻ്റെയും ഒക്കെ കാലമാണല്ലോ. നമ്മുടെ പുഴയും അങ്ങനെ മെലിഞ്ഞതാവും. പുഴ നിറഞ്ഞൊഴുകിയപ്പോൾ ആവൃതമായിരുന്ന ആ മിനുസമാർന്ന പാറകൾ ഇപ്പോൾ ഏതാണ്ട് അനാവൃതമായിരിക്കുന്നു. പണ്ട് ഗ്രാമക്കുളങ്ങളിൽ നീന്തിത്തുടിച്ചിരുന്ന നാട്ടുതരണികളുടെ മിനുസമുള്ള കണങ്കാലുകളെപ്പോലെ അല്ലേ? ഞങ്ങളുടെ നടപ്പിൻ്റെ ആ താളത്തിൽ പതുക്കെ ഇളകിയാടുന്ന ഈ തൂക്കുപാലത്തിലൂടെ നടന്ന് ഈ കാഴ്ചകളെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു സുഖമുണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ അറിയണം. ഈ ചിത്രമൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. പാലത്തിൻ്റെ കളറിൽ മരപ്പൂത്തതോ അതോ മാമരം പൂക്കുന്ന കളർ പാലത്തിന് നൽകിയതോ ആർക്കറിയാം. എന്തായാലും സംഗതി സൂപ്പർ. ഓർക്കണം, കത്തുന്ന ഉച്ചവെയിലിൽ നിന്നാണ് നമ്മൾ ഈ സൗന്ദര്യമൊക്കെ കാണുന്നത്. എന്നാൽ പിന്നെ ഈ തെളിനീല വെള്ളത്തിൽ ഒരു കുളി കൂടിയായാലോ? ആടയാഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ച് കയ്യിൽ കരുതിയിരുന്ന തോർത്തെടുത്ത് ഞങ്ങൾ പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി. ആഹാ, നല്ല തണുപ്പ്. അപ്പോഴാണ് ആ അപാരമായ ഒരു സാമ്യം ഞങ്ങൾ കണ്ടത്. മലമ്പുഴയിലെ നമുക്ക് ഏറെ പരിചിതയായ ആ യക്ഷിയെപ്പോലെ ഇതാ ഇവിടെ പ്രകൃതി ഒരുക്കിയ മറ്റൊരു യക്ഷി. അവളും ആ തണുത്ത വെള്ളത്തിൽ മുഖം പൂഴ്ത്തി ഉടൽ പാതി മുങ്ങി കമിഴ്ന്നങ്ങനെ ചൂടകറ്റുന്നു. സാമാന്യം വിശാലമായ കുളിയിൽ ക്ഷീണമകറ്റിയ ഞങ്ങൾ പിന്നെ നേരെ ഇഷ്ട ലൊക്കേഷനായ നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവിലെത്തി. ഹോട്ടലിലെ തണുപ്പിൽ നന്നായി ഉറങ്ങി. ഇത്തവണയെങ്കിലും ആ പതിവ് അസ്തമയ കാഴ്ചകൾക്ക് പകരം ഉദയ കാഴ്ചകൾ തന്നെ നിങ്ങൾക്ക് നൽകണം എന്ന വാശിയിൽ രാവിലെ അലാറം വെച്ച് ഉണർന്നു. ആ സുന്ദരൻ കാഴ്ചകൾ ഇതാ നിങ്ങൾക്കായി മാത്രം. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് തോന്നി, ലോകത്തിലേറ്റവും ക്ഷമ വേണ്ട ജോലി ഇതാണെന്ന്. എന്താണെന്നോ? ഈ ചൂണ്ടയിടൽ.
ഇനി നമുക്കൊരു സ്പീഡ് ബോട്ട് യാത്ര പോയാലോ? കൊച്ചിയിലെ കൊച്ചോളങ്ങളിൽ അങ്ങനെ പൊങ്ങിയും താണും പിന്നെ നിരന്ന് പരന്ന ഈ നീലിമയിൽ ഒഴുകി നീങ്ങി ആ വിദൂര കാഴ്ചകൾ നന്നായി ആസ്വദിച്ച് കൊച്ചിക്ക് മാത്രം സ്വന്തമായ അബോൾഗാട്ടി, പുതുതായി ഉയർന്ന ലുലു കൺവെൻഷൻ സെൻറ്റർ, ശ്രീയാർന്ന കോശ്രീ പാലം, കായലിന് മുത്തം വയ്ക്കുന്ന ഗായകൻ MG ശ്രീകുമാറിൻ്റെ വീട്, കാഴ്ചകൾ അങ്ങനെ എത്രയോ എത്രയോ. അപാരം, അനുപമം കൊച്ചി നിൻ്റെ ഈ തനിമ, ഇത് നിനക്ക് മാത്രം സ്വന്തം. ഏഴാറ്റുമുഖത്തു നിന്നും പിന്നെ കൊച്ചിയിൽ നിന്നും ഒരു കൊച്ചു യാത്രയുടെ വർണ്ണ കാഴ്ചകളുമായി, അതും 7 മിനിറ്റിൽ. പ്രിയ സുഹൃത്തുക്കൾക്കൊപ്പം സ്നേഹപൂർവ്വം ബിനു മുനിപ്പള്ളി.